ഹായ് ഡിയർ എഞ്ചിനീയറിംഗ് ആസ്പിരൻസ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്ന ഒരു സമയമാണിത്. അതായത് വിവിധ എൻട്രൻസ് എക്സാമുകൾക്ക് രജിസ്റ്റർ ചെയ്യേണ്ട സമയം ആയിട്ടുണ്ട്. പല എക്സാമുകളുടെയും രജിസ്ട്രേഷൻ ഓൺ ഗോയിങ് ആണ്. അപ്പോൾ നമ്മൾ മാക്സിമം നമ്പർ ഓഫ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം ഇന്ത്യയിൽ ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്, വ്യത്യസ്തമായ എൻട്രൻസ് എക്സാമുകളുണ്ട്. എല്ലാം നമ്മൾ അപ്പിയർ ചെയ്യണം. കാരണം എവിടെയാണ് നമ്മുടെ ഫ്യൂച്ചർ എന്നുള്ളത് നമുക്കൊരു പക്ഷേ ഇപ്പോൾ പറയാൻ പറ്റിക്കോണമെന്നില്ല. അപ്പോൾ മാക്സിമം നമ്പർ ഓഫ് എക്സാമിനേഷൻ എഴുതുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിലേക്ക് നിങ്ങളുടെ ഒരു ശ്രദ്ധയിൽപ്പെടുത്താൻ ഒരു യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് എക്സാം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. മണിപ്പാൽ യൂണിവേഴ്സിറ്റി, മണിപ്പാൽ അക്കാഡമി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. അപ്പോൾ അവരുടെ എൻട്രൻസ് എക്സാമിന്റെ രജിസ്ട്രേഷൻ ഇപ്പോൾ ഓൺ ഗോയിങ് ആണ്. ബിടെക് കോഴ്സിലേക്കുള്ള എൻട്രൻസ് എക്സാമിനേഷൻ ആണ് ഈ മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് എക്സാമിനേഷൻ. മണിപ്പാൽ എൻട്രൻസ് ടെസ്റ്റ് MET എന്നാണ് എൻട്രൻസ് എക്സാമിനേഷന്റെ പേര്. MET 2025 കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടാണ് എക്സാമിനേഷൻ നടത്തുന്നത്. CBT ആണ്, നമ്മുടെ JEE മെയിൻ ഒക്കെ പോലെ രണ്ട് ഘട്ടങ്ങളായിട്ടാണ് എക്സാമിനേഷൻ നടക്കുന്നത്. മണിപ്പാൽ, ബാംഗ്ലൂർ, ജയ്പൂർ, സിക്കിം തുടങ്ങിയ ക്യാമ്പസുകളിലേക്കാണ് ഈ എൻട്രൻസ് എക്സാം വഴി നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു ബിടെക് ആണ് കോഴ്സ് ഓഫർ ചെയ്യുന്നത്. ബിടെക്കിലേക്കുള്ള എൻട്രൻസ് എക്സാമിനേഷൻ ആണ് ഈ MET എന്ന് പറയുന്നത്. 600 രൂപയാണ് രജിസ്ട്രേഷൻ ഫീ വരുന്നത്. അത് മാത്രമല്ല, മണിപ്പാൽ യൂണിവേഴ്സിറ്റി ആസ് യു നോ ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. എക്സാമിനേഷനും മറ്റ് ക്യാമ്പസിന്റെ എല്ലാ നിയമങ്ങളും ആ യൂണിവേഴ്സിറ്റി തന്നെയാണ്, ആ ക്യാമ്പസ് തന്നെയാണ് അത് തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് അറിയാലോ ഡീംഡ് യൂണിവേഴ്സിറ്റിന്റെ സവിശേഷതകൾ. അതുകൊണ്ട് തന്നെ കോഴ്സ് ഫീ താരതമ്യേന മറ്റ് യൂണിവേഴ്സിറ്റികളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കോഴ്സ് ഫീ സ്വല്പം കൂടുതലാണ്. ആ ഒരു കാര്യം നിങ്ങളെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ എക്സാമിനേഷൻ രജിസ്റ്റർ ചെയ്ത് അവരുടെ ഒഫീഷ്യൽ സൈറ്റിലൊക്കെ പോയിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ ഫീസിൽ ഒരു വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ ആദ്യം നിങ്ങളെ മനസ്സിൽ കരുതി വെക്കാൻ വേണ്ടി പറഞ്ഞതാണ്. രജിസ്ട്രേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൺ ഗോയിങ് ആണ്. മാർച്ച് 15 ആണ് അവസാന തീയതി എന്ന് കരുതി നിങ്ങൾ മാർച്ച് 15 വരെ വെയിറ്റ് ചെയ്യേണ്ട. നിങ്ങൾ ഇന്ന് തന്നെ, ഇപ്പം ഈ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം ഇന്നാണ്, ഈ വീഡിയോ കാണുമ്പോഴാണ് നിങ്ങൾ ഈ എക്സാമിനെ കുറിച്ച് അറിയുന്നതെങ്കിൽ ഇപ്പൊ തന്നെ അത് രജിസ്റ്റർ ചെയ്യുക. കാരണം 600 രൂപ രജിസ്ട്രേഷൻ ഫീസ് ഉള്ളൂ. എക്സാമിനേഷൻ എഴുതിയിരിക്കുക. ഒരു എക്സാമിനേഷൻ എഴുതുമ്പോഴുള്ള ഒരു എക്സ്പ്ലോഷനും അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ കിട്ടുന്നത് മറ്റു പരീക്ഷകളെയും കൂടെ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, ഈ ഒരു എക്സാം എഴുതുന്ന എക്സ്പീരിയൻസ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എക്സാമിനേഷൻ എഴുതുക. പിന്നെ അതിന് ശേഷമുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് തീരുമാനിക്കാമല്ലോ. ദെൻ കോഴ്സ് ഫീസും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാനും അഡ്മിഷന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും നിങ്ങൾക്ക് ഡയറക്റ്റ് സൈറ്റിൽ എൻ്റർ ചെയ്യാവുന്നതാണ്. www.manipal.edu എന്നാണ് വെബ്സൈറ്റ്. ആ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ ഓർത്തു വെക്കുക. അടിപൊളിയായിട്ട് പഠിച്ച് മുന്നോട്ടേക്ക് പോവുക. എല്ലാവർക്കും നല്ലൊരു കരിയർ ഉണ്ടാവട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്.